4:45 5 മണിയാകുമ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിരിക്കണം. ഒരു 13 കിലോമീറ്ററോളം ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. രാവിലെ പാല് തരും, മുട്ട തരും, പിന്നെ അത് വളരെ ആരെയും പുറത്ത് വിടത്തില്ല, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ഒരു വലിയ ഒരു രോമാഞ്ചം ഇല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും. 1 കിലോമീറ്ററോളം അവർ നിരന്ന് നിന്നിട്ട് പൂവെല്ലാം നമ്മളെ ദേഹത്ത് എറിയും. റിപ്പബ്ലിക് ഡേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡ് ചെയ്യുന്നത്, ടോട്ടൽ റിപ്പബ്ലിക് ഡേ പരേഡ് ഞാൻ 18 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം ആസ് എ ഡ്രം മേജറായിട്ട് ഞാൻ ലീഡ് ചെയ്തു. ബാക്കി 10 പ്രാവശ്യം ആസ് എ പ്ലെയർ ആയിട്ടാണ്. ആദ്യമായി അറ്റൻഡ് ചെയ്തത് 1990-ലാണ്, 1990-ലാണ് ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓൾഡൻ ടൈമിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമ്മുടെ ഇത്ര സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. എങ്കിലും രാവിലെ നമുക്ക് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീറ്റിരുന്നാൽ ഒരു 100ഓളം 150ഓളം അന്ന് 100-150ഓളം ആൾക്കാർ വരുമായിരുന്നു വേരിയസ് സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഇവർക്കെല്ലാം റൊട്ടീൻ ചെയ്യണം. റൊട്ടീൻ ചെയ്തതിന് ശേഷം 4:45 5 മണിയാകുമ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിരിക്കണം. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് വിജയ് ചോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൽഹിയിൽ വിജയ് ചോക്ക് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ്. അവിടെ ചെന്ന് അവിടെ എല്ലാവരും അസംബിൾ ആവും. അതായത് വേരിയസ് മാർച്ചിങ് കോണ്ടിജൻറ്റ്, ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി എല്ലാവരും. ഞങ്ങളുടെ നേവിയുടെ ബാൻഡ് അവിടെ എത്തും. അവിടെ ഗാർഡ് മാർച്ചിങ് കോണ്ടിജൻറ്റ് അവർ വന്നിട്ട് നമ്മുടെ ഒരു വാമപ്പൊക്കെ ഉണ്ട്. ആ വാമപ്പെല്ലാം കഴിയുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയാണ് ലോങ് നോട്ട് എക്സസൈസും കാര്യങ്ങളും. ഞങ്ങളും വാമപ്പെല്ലാം കഴിഞ്ഞു. 5:10 തുടങ്ങുന്ന പരേഡ് 8 മണി വരെ. രാവിലെ 5:10 തുടങ്ങുന്ന പരേഡ് നിയർ അബൌട്ട് ഒരു 13 കിലോമീറ്ററോളം ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇടയ്ക്ക് 2 റൗണ്ട് അടിച്ചിട്ട് ഒരു 7 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്ക് തരും. അതിനുശേഷം ഒരു 8 മണി വരെ ഈ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ റിവേഴ്സിൽ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും. 8-8:30 ആകുമ്പോഴത്തേക്ക് അവിടെ നിർത്തി വന്നു കഴിഞ്ഞാൽ, അപ്പം ഈ റിപ്പബ്ലിക് ഡേ പരേഡ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഫുഡൊക്കെ വേണമല്ലോ. അപ്പം അവിടെ തന്നെ ബ്രേക്ക് തരുന്ന സമയത്ത് രാവിലെ പാല് തരും, മുട്ട തരും, പിന്നെ ശർക്കരയും അവരെ എടുത്ത് തരും, പിന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കൊണ്ടുവന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ മെസ്സിൽ വരുമ്പോഴത്തേക്കും നോർമൽ ചപ്പാത്തിയാണോ പൂരിയാണോ അന്ന് ഏതാണോ, അതായത് 7 ദിവസവും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഗൈൻ ഒരു 10 മണിയാകുമ്പം അഗൈൻ അസംബിൾ ആവുന്നു. നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞാൽ 29 ജനുവരി 29-ന് പ്രസിഡന്റ് ബീറ്റിംഗ് റിട്രീറ്റ് ഉണ്ട്. ആ ബീറ്റിംഗ് റിട്രീറ്റിൻ്റെ പ്രാക്ടീസ് 2016 വരെയും ആർമി ബാൻഡ് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് അവർ പെർഫോമൻസ് ചെയ്യാൻ അവർക്ക് മാൻ പവർ സ്റ്റാറ്റസ് അത്രയുണ്ട്. നേവി എന്ന് പറഞ്ഞാൽ അത്രയും മാൻ പവർ ഇല്ലാത്തത് കൊണ്ട് നേവി ബാൻഡും എയർഫോഴ്സ് ബാൻഡും കൂടി ചേർന്നാണ് ഞങ്ങൾ ബീറ്റിംഗ് റിട്രീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഉച്ചയ്ക്കുള്ള ആഫ്റ്റർനൂൺ സെക്ഷൻ മൊത്തം ഞങ്ങൾ ബീറ്റിംഗ് റിട്രീറ്റിൻ്റെ പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ആഹാരം എന്ന് പറയുന്ന എല്ലാ ദിവസവും ഇറച്ചിയും ഇല്ലെങ്കിൽ മീൻ കാണും, മുട്ട ഉണ്ടാവും, നല്ല ഇറച്ചിക്കായിട്ട് പിന്നെ ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ 3:30 മണിയാകുമ്പോൾ ടീ ബ്രേക്കിന് വരുമ്പോഴത്തേക്കും പപ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് ടൈപ്പും ചായയും കാണും. ഒരു 7 മണി വരെ ബീറ്റിംഗ് റിട്രീറ്റ് പ്രാക്ടീസ് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് റെഡിയാക്കലും പിന്നെ ബൂട്ട് പോളിഷും അങ്ങനെയെല്ലാം കഴിഞ്ഞു ഒരു 7:30 മണിയാകുമ്പോൾ അന്നത്തെ ദിവസം കഴിയും. അങ്ങനെ ഞങ്ങൾ ജനുവരി 1-ാം തീയതി അവിടെ തുടങ്ങുന്ന പ്രാക്ടീസ് ജനുവരി 21-ാം തീയതി വരെയും. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതി നമ്മുടെ FDR ആണ്, അതായത് ഫൈനൽ ഡ്രസ് റിഹേഴ്സൽ. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22-ാം തീയതി നമുക്ക് വളരെ ആരെയും പുറത്ത് വിടത്തില്ല, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല. വളരെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നേവിയുടെ മെസ്സിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഫുഡെല്ലാം അവർ നോക്കിയേ തരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ 23-ാം തീയതി അന്ന് ലാൽക്കിള എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം. അന്ന് 16 കിലോമീറ്ററാണ് മൊത്തം നടക്കേണ്ടത്. നമ്മൾ വിജയ് ചോക്കിൽ നിന്ന് മാർച്ച് തുടങ്ങി കഴിഞ്ഞാൽ 16 കിലോമീറ്റർ. അവിടെ എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ലഞ്ചോ ഇല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും തരും. അന്നത്തെ ദിവസം ഫുള്ളി ഫ്രീ ആണ്. നമ്മൾ 24-ാം തീയതി ഒരു റിഹേഴ്സൽ കാണും. 25-ാം തീയതി ജനുവരി 25-ന് ഫുൾ ഞങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലീനിങ്ങും യൂണിഫോം റെഡി ചെയ്യാനും ഉള്ള സമയം തന്നിട്ട് 25-ാം തീയതി വേറെ ഒരു പരിപാടിയും കാണത്തില്ല. അഗൈൻ ഞങ്ങൾ 26-ാം തീയതി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ പോകും. അവിടെ പോയി അതായത് രാവിലെ അവിടെ എത്തണം. കാരണം സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ പിക് ഇതാണ്. അപ്പം ഓരോ 4-5 സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വിജയ് ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ.
അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെറിയൊരു ടീയോ എന്തെങ്കിലും അവർ തരും. അത് കഴിഞ്ഞിട്ടൊരു വാമപ്പ് എന്ന് പറയുന്ന അതുപോലെ ഒരു ചെറിയൊരു റിഹേഴ്സൽ കാണും. അത് കഴിഞ്ഞ് എല്ലാവരും ആ സമയത്തിന് ആ ടൈം ഷെഡ്യൂളിന് വേണ്ടി കാത്തിരിക്കും. അത് കഴിഞ്ഞ് ആ പരേഡ് തുടങ്ങി ജസ്റ്റ് നമ്മൾ ആ സല്യൂട്ടിങ് ഡൈസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ടെൻഷൻ എന്ന് പറയുന്നത്, ആ പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഈ 13 കിലോമീറ്റർ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. ലാൽ കിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇല്ല ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അറിയാം. കാരണം രണ്ട് സൈഡിലും ഒത്തിരി ക്രൗഡാണ്, ആൾക്കാർ ഇങ്ങനെ നിൽക്കാനും. നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഒരു രോമാഞ്ചം ഇല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്, നമുക്ക് വളരെ ഡീമോട്ടിവേഷൻ പോലെയൊക്കെ ആയിരിക്കും, ഒരു അസ്വസ്ഥത എല്ലാമാണ്. പക്ഷേ ഞങ്ങൾ ഈ 23-ന് നടക്കുമ്പോൾ ഒരു പ്രചോദനം ജനങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിലും 26 എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ വി ഓൾ അംബാസഡർ ഓഫ് ദ എന്താ പറയുക ഇന്ത്യൻ എന്ന് പറയാം. ഭയങ്കര ഒരു വലിയ VVIPs പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ആർമി, നേവി, എയർഫോഴ്സ് ബാൻഡിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരു നേവി ബാൻഡിന് ഒരു മുൻതൂക്കം തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡ്രസ്സിൻ്റെ ഒരു ഇതായിരിക്കാം. അതുപോലെ പ്ലെയറും നല്ലൊരു സൗണ്ടിങ് ആണ് നേവി ബാൻഡ്. അപ്പം നേവി ബാൻഡ് കാണുമ്പോൾ രണ്ട് സൈഡിൽ സ്കൂൾ പിള്ളേരും ജനങ്ങളും എല്ലാം ക്ലാപ്പ് അടിക്കുകയും നമ്മൾ ഈ മാർച്ച് ചെയ്തു പോകുമ്പോൾ തന്നെ ഗുരുദ്വാര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ നമ്മുടെ ലാൽ കില എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം വരും. അവിടെ ഈ സർദാർജിമാരെല്ലാം 1 കിലോമീറ്ററോളം അവർ നിരന്ന് നിന്നിട്ട് പൂവെല്ലാം നമ്മൾ ദേഹത്ത് എറിയുകയും, സത്യത്തിൽ പറഞ്ഞാൽ അത് എത്ര തന്നെ നമുക്കത് പറഞ്ഞ് എങ്ങനെ ഫലിപ്പിക്കണമെന്നെനിക്കില്ല, അത്രത്തോളം പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ എത്തുമ്പോഴും അവിടെയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും ലാൽ കിലയെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ അങ്ങ് സന്തോഷിക്കുകയാണ്. ഓരോ മ്യൂസിക് വായിച്ച് ഡാൻസും എല്ലാം ചെയ്ത് അതോടുകൂടി അവിടെ നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് തീരുകയാണ്. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് ഫയർ എന്നുണ്ട്. അന്ന് എത്ര വേണോ മദ്യം കഴിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുക്കുന്നതാണ് പെടാഖാന. നമുക്ക് ബീറ്റ് ആൻഡ് റിട്രീറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യമുണ്ട്. അത് പ്രസിഡന്റും VVIPs വിജയ് ചോക്കിലാണ് നടക്കുന്നത്. അവിടെ പ്രസിഡന്റ് വന്ന് നമ്മളെ ഷേക്ക് ഹാൻഡ് ഏരിയയും